തലശ്ശേരിയിലെ തലയെടുപ്പുള്ള ബ്രിട്ടീഷ് കോട്ട അത് ആദ്യം ഉണ്ടാക്കിയത് ഫ്രഞ്ചുകാരായിരുന്നു അത്രേ. പിന്നെ ഇതെങ്ങനെ ബ്രിട്ടീഷ് കോട്ടയായി? നമുക്ക് ആ തലശ്ശേരി കോട്ടയിലൊന്ന് പോയി നോക്കാം. ഈ കോട്ടയിലേക്ക് കയറാനും അവിടെയുള്ള ചരിത്രാവശേഷിപ്പുകളെ വിറ്റ്നസ് ചെയ്യാനും യാതൊരു പൈസയും വേണ്ട എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യേകത. ഞങ്ങളൊരു 2-3 മണി ആ ഒരു ടൈമിലായിരുന്നു അവിടെ എത്തിയത്. നമ്മൾ ഈ കയറി പോകുന്നതാണ് കോട്ടയുടെ എൻട്രൻസ്. സ്റ്റെപ്പ് കയറിയിട്ടാണ് എൻട്രൻസ് ഉള്ളത് കേട്ടോ. കയറുമ്പോൾ തന്നെ നമുക്ക് 2 ഭാഗങ്ങളിലായിട്ട് ഭടന്മാർക്ക് നിൽക്കാനുള്ളൊരു സ്പേസ് ഇല്ലേ, അത് കാണാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ കോട്ടയുടെ ഈ ഭാഗങ്ങളിലെല്ലാം ഗവൺമെന്റിന്റെ തന്നെ പല ഓഫീസുകളായിരുന്നു. പിന്നീട് അത് ആർക്കിയോളജിക്കൽ സർവേക്ക് വിട്ടുകൊടുക്കാനുണ്ടായത്. ഈ കാണുന്നത് അന്ന് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കാലത്ത് റോഡുമായിട്ട് ബന്ധപ്പെട്ട എന്തോ മെഷീനിന്റെ അവശേഷിപ്പാണ്. മലബാറിലെ ഏറ്റവും ചെറിയ ഫോർട്ടാണ് കേട്ടോ ഈ തലശ്ശേരി കോട്ട. ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത്. അത്ര വലുതൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വന്ന് കണ്ട് ആസ്വദിച്ചു പോവാം. കൂടുതലൊന്നും നടക്കാനൊന്നുമില്ല. പിന്നെ പക്ഷെ നല്ല ഭംഗിയുണ്ട്. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഫോർട്ടിലൊക്കെ പോയാൽ ഉണ്ടാവുന്നത് പോലെ നല്ല വെയിലാണ്. അപ്പോൾ കാണാൻ വരുന്നവർ വെള്ളമൊക്കെ കയ്യിൽ കരുതിയിട്ട് വരിക. നമ്മളിപ്പോൾ കയറി പോകുന്നത് ലൈറ്റ് ഹൗസിൻ്റെ ഏരിയയിലൊക്കെയാണ് കേട്ടോ. ഇത് ഫോർട്ടിൻ്റെ പിൻഭാഗത്തായിട്ടാണുള്ളത്. കടലുമായിട്ട് ചേർന്നിട്ടുള്ള ആ ഭാഗത്താണുള്ളത്. ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. ഈ ലൈറ്റ് ഹൗസിൻ്റെ പ്രത്യേകത ഇറ്റ്സ് സ്റ്റിൽ വർക്കിംഗ് എന്നുള്ളതാണ്. ആ ഒരു 1700 കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കി ഇപ്പോഴും വർക്കിംഗ് ആണ് എന്നുള്ളത് വളരെ വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇത് ഈ അടുത്താണ് പെയിൻറ് ചെയ്തതെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ മുന്നേ ഉള്ള ഫോട്ടോസ് ഇപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ അതിങ്ങനെ റഫായിട്ടാണുള്ളത് ലൈറ്റ് ഹൗസ്. പിന്നെ ഇത് സ്കൂളുകളാണ്. ഇതിന് ചുറ്റും നമുക്ക് സ്കൂളുകളും പള്ളികളും എല്ലാം കാണാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങനെ കടൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. നീലാകാശവും കടലും മരങ്ങളും ഒക്കെ ആയിട്ട്. ഇതായി കാണുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് പാത്താണ്. ഇത് അറബിക്കടലിലാണ് ചെന്ന് അവസാനിക്കുന്നത് എന്നാണ് പറയുന്നത്. ബട്ട് ഒബ്വിയസ്ലി പൂട്ടിട്ടിരിക്കുകയാണ്. ഇവിടെയുള്ള പലതും പൂട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കങ്ങനെ പ്രവേശനമൊന്നുമില്ല. ദെൻ അവിടെ രജിസ്റ്ററിൽ ഇരിക്കാൻ ഒരാളുണ്ട് എന്നല്ലാതെ എനിക്കങ്ങനെ സെക്യൂരിറ്റി ആയിട്ടൊന്നും ഞാൻ ആരെയും കണ്ടിട്ടില്ല. ഇനി ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. 1660കളിൽ ഫ്രഞ്ചുകാർ പല സ്ഥലങ്ങളിൽ സെറ്റിൽമെൻറ്റ് നടത്താനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ. അപ്പോൾ ആ സമയത്ത് ഇവരിവിടെ ഒരു മൺകോട്ട ഉണ്ടാക്കുകയുണ്ടായി. പിന്നീട് ഈ ഫ്രഞ്ചുകാർ മാഹിയാണ് കുറച്ചുകൂടി കച്ചവടത്തിനും മറ്റുമെല്ലാം നല്ല സ്ഥലമെന്ന് കണ്ടെത്തി അവർ അങ്ങോട്ടേക്ക് മാറി. പിന്നീട് ഇവിടെ വരുന്നത് ബ്രിട്ടീഷുകാരാണ് ഈ മൺകോട്ട മാറ്റി ഇവിടെ ചെങ്കല്ല് കൊണ്ട് കോട്ട നിർമ്മിക്കുന്നത്. അങ്ങനെ 1708 നവീകരണത്തോടെയാണ് നമ്മൾ ഈ കാണുന്ന ഒരു കോട്ടയുടെ രൂപമായി ഇത് മാറിയത്. പിന്നെ ഈ കാണുന്നത് ആളുകൾ വന്നിരിക്കാറുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഇത് തടവറയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പണ്ട് പ്രവേശനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ ഇല്ല. ആളുകൾ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഒഴിവാക്കിയത്. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് കണ്ടു, ഒരു ലേസ് പാക്കറ്റോ മറ്റോ. ഈ കോട്ട നമ്മൾ ചുറ്റി കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു യുദ്ധക്കോട്ടയുടെ സ്ട്രക്ചറൊന്നും അല്ല ഉള്ളത്. ഇതൊരു യുദ്ധക്കോട്ട എന്നതിലുപരി ഇതൊരു വ്യാപാര കേന്ദ്രമായിരുന്നു. ഈ ഹില്ലി ഏരിയാസിൽ നിന്നെല്ലാം കൊണ്ടുവരുന്ന കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം ഇവിടെ ശേഖരിച്ച് ഇവിടെ നിന്ന് കപ്പൽ മാർഗം കയറ്റി അയക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ കടൽ തീരത്തിന് വേറൊരു കഥ കൂടി പറയാനുണ്ട്. ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് തദ്ദേശീയരുമായിട്ട് ക്രിക്കറ്റ് കളിച്ചത് ഈ കടൽ തീരത്ത് നിന്നാണെന്ന് പറയുന്നു. ഇത് നമ്മൾ കോട്ടയുടെ മുകൾ ഭാഗത്തൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇപ്പം ഈ ഇങ്ങനെ മുകൾ ഭാഗത്തൂടെ നടക്കുമ്പോൾ ഫുള്ള് നമുക്ക് കോട്ടയുടെ സ്ട്രക്ചർ കിട്ടും. മൊത്തം ഇങ്ങനെ ചുറ്റി കാണാൻ പറ്റും. പിന്നെ കൈവരിയൊന്നുമില്ല, നടക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഞങ്ങളിവിടെ ഒരുപാട് സ്റ്റുഡൻസിനെ കണ്ടു. ഫ്രീ എൻട്രി കൂടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ കൂടുതലുണ്ടായിരുന്നു, മറ്റ് ഫാമിലീസിനേക്കാളും കൂടുതൽ. പിന്നെ കുറേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു. ഈ കോട്ടയിലൂടെ നടക്കുമ്പോൾ മറ്റൊരു കാര്യം ഓർക്കാനുള്ളത്, ആർത്തർ വെള്ളസി പ്രഭു പഴശ്ശിരാജയെ കൊല്ലാൻ തീരുമാനിക്കുന്നത് ഈ കോട്ടയിൽ വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഈ കോട്ടയുടെ ചുറ്റും നോക്കിയാൽ മനസ്സിലാവും ഫുള്ള് കെട്ടിടങ്ങളാണ്. നമ്മൾ ഇതിന് മുന്നേ കണ്ണൂർ തന്നെയുള്ള സെൻറ്റ് ആഞ്ചലോ ഫോർട്ടിൽ പോയപ്പം ഇങ്ങനെയായിരുന്നില്ല. സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് പിന്നെ 3 ഭാഗം കടലാണല്ലോ. ഇതങ്ങനെയല്ല. ഈ കാണുന്ന സ്ട്രക്ചർ എനിക്ക് തോന്നുന്നു ഒരു അസംബ്ലിയൊക്കെ കൂടാൻ പറ്റിയൊരു സ്പേസാണ്. അങ്ങനെ തലശ്ശേരി കോട്ട ഏകദേശം കണ്ട് തീർത്തിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെയാണ് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറുന്നത്. എന്നിട്ട് ഞങ്ങൾ സെൻറ്റ് ആഞ്ചലോ ഫോർട്ടും അറക്കൽ മ്യൂസിയവും തലശ്ശേരി കോട്ടയും കണ്ടു കഴിഞ്ഞു.
ഇനി തിരിച്ചു പോകണം. അടുത്ത കഥകളും കാഴ്ചകളും ചരിത്രങ്ങളുമായിട്ടുള്ളൊരു വീഡിയോയിൽ വീണ്ടും കാണാം.